അത് താങ്കളുടെ പല സിനിമകളിൽ അസാധാരണമായ ഒരു ക്രിമിനൽ ബുദ്ധി ഒരു പ്രകടമാകുന്നുണ്ട്. ഇത് ഒരു ക്രിമിനൽ ബുദ്ധിയാണോ അതൊരു പോലീസ് ബുദ്ധിയാണോ താങ്കൾ? അല്ല, എനിക്ക് രണ്ട് കാര്യം വെച്ചിട്ട്, ഒന്ന്, ഞാൻ ചെറുപ്പം തൊട്ട് ഈ ക്രൈം, ഈ അഗത ക്രിസ്റ്റി, ജെയിംസ് ചാർലി ചേസ്, ഇങ്ങനത്തെ ബുക്സൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു. പിന്നെ അങ്ങനത്തെ സിനിമകൾ കാണുമായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം SI ആണെന്നായിരുന്നു. അതിൻ്റെയൊക്കെ ആയിരിക്കാം ഈ ഇങ്ങനത്തെ ഓരോരുത്തർക്കുണ്ടോ, ചിലർക്കുണ്ടല്ലോ നല്ല ഹ്യൂമർ എഴുതാനുള്ള ഒരു ഇത്, ചിലർക്ക് ഒരു നൈപുണ്യം കാണും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴും ചില കേസുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം അതിനകത്ത് ഒരു ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത ഉപയോഗിക്കുക. അപ്പം നേരെന്ന് പറയുന്ന ഈ സിനിമയിലും ഇതിനകത്തൊരു ക്രൈമുണ്ട്. ആ ക്രൈം എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്ന ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിൽ തന്നെ ഒരു വ്യത്യസ്തതയുള്ളൊരു രീതി വന്നു. അതങ്ങനെ ഒത്തിരിയില്ല, എന്നാൽ ഉണ്ട്, ഒത്തിരിയില്ല. ആ വ്യത്യസ്തതയെ വെച്ചിട്ടാണ് ഞാൻ ഈ നേരെന്ന് പറയുന്ന സിനിമയുടെ ആ കഥയുടെ ഇതിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തു, ഒത്തിരി അന്വേഷിച്ചു. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ കേസുകൾ വളരെ കുറവാണ്. പിന്നെ എബ്രോഡൊക്കെ എവിടെയോ ഇങ്ങനെ കേസ് നടന്നത് സിനിമറ്റൈസ് അവർ സിനിമയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു അവസ്ഥ, അതൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നാണ് ഞാൻ നേരുണ്ടാക്കിയത്.